ഓൾമോസ്റ്റ് ഒരു 1 മന്തായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫ് ഒക്കെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് അല്ലേ. സോ ആ ഒരു മിക്സഡ് ഇമോഷൻസിലായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട്. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പക്ഷേ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മടി എന്നൊക്കെ പറയാം, അതെനിക്കില്ലായിരുന്നു. അല്ല, മടി ഉണ്ടായിരുന്നു, മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തനിച്ചാണ് വീട്ടിൽ. അപ്പം ഞാൻ കരുതി ഇന്ന് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു മൂഡുണ്ട്, നല്ല പോസിറ്റീവായിട്ടൊരു ഫീൽ എന്ന് തോന്നുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് 22 സൺഡേ. ഇന്ന് എനിക്കിവിടെ എക്സാം ഉണ്ട്. എന്തുകൊണ്ടാണ് സൺഡേ ഇവർ എക്സാം വെച്ചതെന്ന് അറിയില്ല കേട്ടോ. സാധാരണ അങ്ങനെ സാറ്റർഡേസും സൺഡേസും ഒന്നും വെക്കാറില്ല. മേ ബി ആ ക്രിസ്മസ് വെക്കേഷന് മുന്നേ എക്സാംസ് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി. എനിക്ക് 8:45 ആകുമ്പോഴത്തേനാണ് ഇവിടുന്ന് ബസ്സുള്ളത്. അപ്പം നേരെ യൂണിവേഴ്സിറ്റി പോകണം, എക്സാം എഴുതണം. 5 മണിക്കൂറിൻ്റെ എക്സാമാണ് കേട്ടോ. ഞാൻ എണീറ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇനി കുളിക്കണം, റെഡി ആവണം, ഫുഡ് കഴിക്കണം, കോഫി കഴിക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എനിക്ക് ചെറിയ മാനസിക ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ മാനസിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, കുഞ്ഞാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയണ്ണും ചേച്ചിയുണ്ട്, കുഞ്ഞാണ്ണും ജിസ്നയുണ്ട്, അപ്പച്ചൻ, അമ്മ എല്ലാവരും കൂടെ നല്ല ഇരുന്ന് കൂടനെയൊക്കെ കണ്ടപ്പോൾ അസൂയല്ല, പക്ഷെ ചെറിയൊരു വിഷമം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് അവിടെ നമ്മുടെ ശരത്തിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇന്ന് ട്രിപ്പ് പോയിക്കാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുന്നതും ട്രിപ്പ് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇന്ന് എക്സാമും. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും വീട്ടിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരെത്തിയോ, അവർ പോയോ, ഇറങ്ങിയോ, രാവിലെ 8 മണിക്ക് ഇറങ്ങുമെന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരിറങ്ങിയോ, ഫ്രണ്ടിൽ വണ്ടി വന്നോ എന്നുള്ളതൊക്കെ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ട, 8:15 8:45 ആകുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങണം. ഓംലേറ്റ് ആണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഇവിടെ ആരും എണീറ്റിട്ടില്ല, കാരണം അവർക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. എനിക്ക് ഇന്നത്തെ എക്സാം കൂടെ കഴിഞ്ഞാലാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം സിദ്ധിയും അച്ചുവും പിന്നെ ശരത്തൊക്കെ നല്ല ഉറക്കത്തിലാണ്. എനിക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് എക്സാം. ഓപ്പൺ ബുക്ക് എക്സാമാണ്. ഇവിടെ ഓപ്പൺ ബുക്ക് എക്സാമാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഫുൾ പാസ്സാവണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഈ ഓപ്പൺ ബുക്കിലുള്ള മീൻസ് ആ ഡെഫിനിഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ക്വസ്റ്റ്യന് ചോദിക്കുക. അതിലെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ആകെ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിനാണ് 5 മണിക്കൂർ. അപ്പോൾ നമ്മൾ എത്രത്തോളം അത് ചിന്തിച്ച് എഴുതേണ്ട എക്സാം ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോൾ ശരിക്കും 5 മണിക്കൂർ നമുക്ക് ചിലപ്പോൾ തികയാതെ വരും. ഫൈനൽ മിനിറ്റ് വരെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കണം. എക്സാം അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ബുക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരാം. വേണ്ടേ അമ്മിയോ ഇന്നലെ നന്നായിട്ട് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇനിയും ഒരുപാട് നേരം എൻ്റെ മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എക്സാമിന് പോകാനായിട്ട് ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റ് വേഗം കുളിച്ച് ഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. ഇവിടെ എല്ലാവരും എണീറ്റുമായിട്ടാണ്, ഞാൻ ഫുൾ റെഡിയായി. അപ്പോൾ ഇപ്പോൾ സമയം 8:45. ഓക്കെ, നമ്മളിതാ ഇറങ്ങാൻ പോകുന്നു.
അപ്പോൾ ഇനി ബാക്കി യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും എക്സാം വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. ബൈ ഗായ്സ്, എക്സാമിൽ പോവാണ് ഗായ്സ്. തലക്കൂടെ ഓർഡറി. ബൈ. അച്ഛനെ നോക്കിയോളാം കേട്ടോ, അച്ഛനെ നോക്കിയോളാം. ലോക്കി ഡോർ ലോക്കി. ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നു, അടിച്ചു പൊളിച്ച് എക്സാം എഴുതുന്നു, പാസ്സായി, വലിയ മാർക്കോടെ കൂടെ അല്ലെങ്കിലും പാസ്സായി തിരിച്ചു വരുന്നു. ഞാൻ സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിലും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ പോകേണ്ട വന്നിട്ടില്ല. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് DSV ലൊക്കേറ്റ് ചെയ്യുന്ന ഷിസ്തയിലെ ക്യാമ്പസിലാണ് എനിക്ക് പോകേണ്ടി വരാറുള്ളത്. ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ താഴെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മൊത്തം കഫേയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കുഞ്ഞു കുഞ്ഞു ഓഡിറ്റോറിയംസും കുഞ്ഞു ക്ലാസ് റൂംസും ഒക്കെ ഇവിടെയുണ്ട്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് റിസർച്ച് ചെയ്യാനും പിന്നെ പ്രോജക്റ്റ് ചെയ്യാൻ, സംസാരിച്ച് ചേർക്കാനൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ ഇൻസൈഡ് ദിസ് ക്യാമ്പസ്. എക്സാം ഹാള് നോക്കി പോവാണ് കേട്ടോ. എന്നെ എക്സാം ഹാള് എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് സ്മോൾ ഓഡിറ്റോറിയം ആണ്. ഐ ഡോണ്ട് നോ വെർ ഇറ്റ് ഈസ്. ലെറ്റ് മീ ചെക്ക്. ടെൻഷനൊന്നും ഇല്ല കേട്ടോ, കാരണം ഓപ്പൺ ബുക്കാണല്ലോ. അവരെന്ത് ചോദിച്ചാലും നമ്മുടെ കയ്യിലുള്ള ഉത്തരം അങ്ങ് എഴുതി വയ്ക്കുക, അത്ര തന്നെ. അറ്റ് ലാസ്റ്റ് ഐ ഫൗണ്ട് മൈ എക്സാം ഹാൾ. അപ്പോൾ എക്സാം ഹാളിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസും നമുക്ക് കയ്യിലെടുത്ത് വയ്ക്കാം. You can take one banana during the exam. I have one more. Okay, so let's go to... അങ്ങനെ ആഫ്റ്റർ 5 hours എൻ്റെ എക്സാംസ് കഴിഞ്ഞു. ഞാൻ അതാ പുറത്തേക്ക് ഇറങ്ങി. ഇറ്റ് വാസ് ഫൈൻ. വലിയ ബുദ്ധിമുട്ടുള്ള എക്സാം ഒന്നും അല്ലായിരുന്നു. നമ്മൾ ഏകദേശം നോക്കിപ്പോയി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായി. ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എക്സാമിനൊക്കെ പഠിക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. കാരണം അതിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 70% എനിക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏത് എക്സാമിനും, ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി, ഞാൻ ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയല്ല, പക്ഷെ അതിൻ്റെ ആ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ബിക്കോസ് നമ്മൾ പ്രത്യേകിച്ച് സെമിസ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് മുതലൊന്നും ഇരുന്ന് പഠിക്കില്ലല്ലോ. ആ ഒരു എക്സാമിനോട് ചേർന്ന് ഒരു 2 to 3 days ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മാർക്ക് വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർക്കെല്ലാം ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒന്നും അറിയാണ്ട് ജസ്റ്റ് ഒന്ന് പാസ്സാവണമെന്നൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. എക്സാം വാസ് ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു. പാസ്സാവുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സമയം 3 മണി കേട്ടോ. അത്ര സമയം എടുത്തു, കാരണം ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് എവിടെ എന്താണെന്നൊക്കെ ഒരു ധാരണയിൽ പോയാലായിരുന്നല്ലോ നമുക്ക് വേഗം എഴുതി വരാൻ പറ്റും. സോ 3 മണിയായി ഓൾമോസ്റ്റ്. എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അത് അടുത്ത തവണ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടും എന്നെ തന്നെ ഞാനൊന്ന് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് പൊതുവെ തണവ് കുറവാണ്. ഇന്നലെ സ്നോഫോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ 3 ഒക്കെയാണ് ഉള്ളത്. വലിയ കുഴപ്പമില്ല, ഗ്ലൗസ് ഒന്നും ഇല്ല. നോർമലായിട്ട് ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്ത് നമുക്ക് നോർമൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് വല്ലാണ്ടുള്ള കോട്ടുകളും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടുണ്ടെങ്കിൽ നടക്കാമെന്നുള്ള രീതിയിലുള്ള തണവേ ഇന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ നമുക്കിപ്പോൾ ഇന്ന്
കഴിഞ്ഞ വീക്കിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുമ്പോഴും ബസ്സിലും പിന്നെ വഴിയിലും ഒക്കെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേട്ടാ. എനിക്ക് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് വല്ലാത്തൊരു കൊതി തോന്നുന്നു. ചിക്കൻ അല്ല, നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഒരു ടെംപ്റ്റിങ് തോന്നുന്നു. ബിക്കോസ് ഞാൻ ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ 10 മണി തൊട്ട് 3 മണി വരെ ആയിരുന്നല്ലോ എക്സാം. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ലഞ്ച് അങ്ങനെ കഴിച്ചില്ല. നമ്മളെടുത്ത പഴവും പിന്നെ ചോക്ലേറ്റും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുന്നു. ഇനി ഈ നമ്മുടെ കുറച്ച് നേരം നമ്മൾ മാറി നിന്നിട്ടേ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പം ഇന്ന് ഷർത്തും കൂടി ഉണ്ടല്ലോ. അപ്പം ഷർത്തും പിന്നെ ദിയയും അച്ചും ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും പിന്നെ അത് ശീലമാക്കിയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ രണ്ടുപേരും ആയിരിക്കും വന്ന് ഡോർ തുറക്കുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എത്തി.